നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണ്ണത്തിൻ്റെ വില 100 രൂപ ഇറങ്ങിയിട്ടുണ്ട്. 9,950 ഇരിക്കുന്നു. വെള്ളി വന്നിട്ട് 255 ഇരിക്കുന്നു. മാർക്കറ്റിൽ വില വന്നിട്ട് 230 ആണ്. ഡോളർ വന്നിട്ട് 93.25 ഇരിക്കുന്നു. ഇത് RBI വന്നിട്ട് ബാങ്ക്സിൻ്റെ പൊസിഷനെ കട്ട് ചെയ്യാൻ പറഞ്ഞ കാരണം വന്ന എഫക്റ്റാണ്. ഇവിടെ ഓയിൽ 105 ഇരിക്കുന്നു. ബാസ്കറ്റ് 125 ഇരിക്കുന്നു. അപ്പോൾ ഈ സെൻസെക്സ് വന്നിട്ട് 22,250 താഴെ ഇറങ്ങി 22,200 അത് ബ്രേക്ക് ചെയ്തു. ശേഷം മാർക്കറ്റിൽ ഇൻഡെക്സിനെ കയറ്റി 22,600 മുകളിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു ഗുഡ് ന്യൂസും ഇല്ല. സ്റ്റിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഇതിനെ കയറ്റുന്നു. എന്തുകൊണ്ട് കയറ്റുന്നു എന്നാൽ ഇന്ന് ഇരുന്ന് അമേരിക്കയിൽ ഒരു ലോങ് ലീവാണ്. ഒരു ഷാലോ ട്രേഡ് നടക്കും. ഇടേ സാറ്റർഡേ സൺഡേ മൺഡേ ലീവാണ്. ഇപ്പം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ പ്രീ സ്ട്രീറ്റും ഒക്കെ ഒന്നുമില്ല, ട്രീറ്റിയും ഇല്ല, നിങ്ങൾ അവരടിക്കും. 3 ആഴ്ചയ്ക്ക് അടിയിരിക്കുന്നു. അവർ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. ഹോമോസിനെ അടിയെന്ന് അടിച്ച് then ഓപ്പൺ ചെയ്യും. ഇറാനെ സ്റ്റോൺ ഏജിന് ഞങ്ങൾ തിരികെ എടുത്തുകൊണ്ട് പോകും എന്നാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിഷമമില്ല. പറഞ്ഞ ഇതൊരു മിസൈലിനെ ഇസ്രയേൽ വിട്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റ് ഭയങ്കര അടിയാണ്. രാവിലെ കൺസിഡർ ചെയ്യേണ്ട ചാൻസ് കിട്ടിയായിരുന്നു. ഇൻഡെക്സ് 2% കാലി. നിഫ്റ്റി 1400 പോയിന്റ് വരയ്ക്കും കാലി. IT വന്നിട്ട് 0.4 കാലിയാണ്. ആൽമോസ്റ്റ് 4% കാലി. നോവ നോർഡിസ്ക് വന്നിട്ട് ഒബേസിറ്റി ഡ്രഗിൻ്റെ വരെയിന് 800 രൂപയായിട്ട് അവരെ ആക്കിയായിരുന്നു. CG 1.3% കാലി. ഇതിൽ ഒരു സമയത്തിൽ 3% വരയ്ക്കും കാലിയായിരുന്നു. അവരെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ചാൻസ് കിട്ടിയത് മോട്ടോർ കമേഴ്ഷ്യൽ, ഇൻഫോമ, SN, ജ്യോതിസ് ലാബ്, ഐഡസ് ലൈഫ് സയൻസസ്, ടാറ്റ സ്റ്റീൽ, M&M, ഹീറോ മോട്ടോർ കാർ, ടൈറ്റൻ, ഡോക്ടർ റെഡ്ഡി, തൂട്ട് ഫൈനാൻസ്, ഉത്ത് ഇന്ത്യൻ ബാങ്ക്, തങ്കമയിൽ. ഇത് ടാറ്റ സ്റ്റീൽ മാത്രം തന്നെ വൈറസ് സൂചി. ഇപ്പോൾ സെയിൽസ് ഫിഗേഴ്സ് വന്നിരിക്കുന്നു. ചില ആരെങ്ങനെ കാർ വിറ്റു എന്ന് കുറച്ച് ഫുള്ളായിട്ട് ഒരേ അടിത്തടി ചണ്ടയാണ്. ഇത് കാരണം സെയിൽസ് അഫക്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാരുതി 10% കയറിയിരിക്കും. ടാറ്റ മോട്ടോർ 29% കയറിയിരിക്കും. ഹേന്ദ്ര 25% കയറിയിരിക്കും. ഒരേ മാസത്തിന്റെ റിസൾട്ട് നോക്കുവാണെങ്കിൽ മാരുതി നമ്പർ 1, ടാറ്റ നമ്പർ 2, ഹേന്ദ്ര നമ്പർ 3. ഇയർ ഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ മഹേന്ദ്ര നമ്പർ 2, ടാറ്റ നമ്പർ 3 ആണ്. ഒരേടി ആയിട്ട് ഇറങ്ങി 55 ആയിരിക്കുന്നു. അല്ലാതെ കിയ 29 ആണ്. ടാറ്റ വന്നിട്ട് 28,373. കോഡ വന്നിട്ട് ഒരു 8,000. MG മോട്ടോർ 6,528. റൊണാൾഡ് 5,000. സാൻ വന്നിട്ട് 4,408. ഓവറാളെ നോക്കുവാണെങ്കിൽ ആ മോട്ടോഴ്സ് നല്ല റിസൾട്ടാണ്. എല്ലാ 2 വീലറും ഒരുപാട് കയറിയിരിക്കുന്നു. സുസുക്കി മോട്ടോർ സൈക്കിൾ മാത്രം കുറഞ്ഞിരിക്കുന്നു. ആ മോട്ടോർ സൈക്കിൾ മാത്രം 30%. EVS മോട്ടോർ 21% അപ്പാണ്. എൻഫീൽഡ് 14% അപ്പ്. മോട്ടോർ 8% അപ്പ്. ജാഗ് ആട്ടോസ് ഇന്നും അവരുടെ നമ്പേഴ്സ് തന്നില്ല. ഷെൽ മോട്ടോർ, ടാറ്റ മോട്ടോർ നോക്കുവാണെങ്കിൽ 45,820 വണ്ടി വിറ്റ് 8% കൂടുതലിരിക്കുന്നു. മഹേന്ദ്ര വന്നിട്ട് 24,928%. ലേലാങ് വന്നിട്ട് 23,743. അത് പൊസിഷനിൽ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഐഷാർ വന്നിട്ട് 3% കയറി 12,904. ആർത്തി വന്നിട്ട് 2,309. കമേഴ്ഷ്യൽ വെഹിക്കിളിലാണ്. ഒരാളെ നോക്കുവാണെങ്കിൽ കാർസ് മാത്രം, അതും മാരുതി 10% തന്നെ കയറിയിരിക്കുന്നു. ബേസിക്കലി മഹേന്ദ്രയും ടാറ്റ മോട്ടോഴ്സും ഏറിയ കാരണം അത് കയറിയിരിക്കുന്നു. പറഞ്ഞതുപോലെ ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഹൗസിനെ നാച്ചുറൽ ഓപ്പൺ ചെയ്ത് അതിനെ കൈപ്പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. തിരുപ്പൂർ, പഞ്ചാബ് ഇതുപോലെ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന $74 ബില്യൺ ഇരിക്കുന്ന ഇപ്പം കാണാറേ ഇല്ല. വിലവാശി കയറിയതാണ്. കയറിയിരിക്കുന്നു. ഫൈബറിൻ്റെ വില കയറിയിരിക്കുന്നു. കാരണം വാറാണ്. ക്രൂഡിൻ്റെ വില ആയിട്ടുണ്ട് ആൻഡ് കുറഞ്ഞിട്ടുണ്ട്. പിങ് കോസ്റ്റ് കൂടുതലുണ്ട്. AE എന്ത് പറയുന്നു എന്നാൽ ഓപ്പൺ ചെയ്ത് ഓയിൽ സപ്ലൈ യൂസ് ചെയ്യാൻ പറയുന്നു. ഇവാലുവേഷൻ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത അത്രയും ഇറങ്ങി. ടൈംസ് ഏർണിങ്സ് വരയ്ക്കും എത്തിയിരിക്കുന്നു. എല്ലാവരും കാഷ്യസ വാങ്ങണം. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് കാഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി റിയാലിറ്റി 25% മുകളിൽ വിടുന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഹൗസിംഗ് ഡിമാൻഡും ഇല്ല, ഇനിയും കുറഞ്ഞിരിക്കുന്നു. പേപ്പറിൽ നോക്കുവാണെങ്കിൽ അത് വിറ്റെന്ന് പറഞ്ഞ് നിങ്ങൾ ട്രാപ്പ് ചെയ്യും. ഫണ്ട്സ് മാത്രം 80,000 കോടിക്ക് മുകളിൽ മാർച്ച് മാസം വാങ്ങിയിരിക്കുന്നു. ഇതിൽ മാർക്കറ്റ് താഴെ വീഴുന്നിരിക്കും. മാർക്കറ്റിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാശിനെ വെച്ചാണ് മാർക്കറ്റിൽ കളിക്കുന്നു. ചെറിയ ഗ്രോത്ത് വന്നിട്ട് 8% തന്നെ ആയി. ഏഷ്യൻ 4.5% ഇരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വീക്കസ്റ്റ് കളക്ഷനാണിത്.
സമയത്തിൽ നടന്നതാണ് വീക്കസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നു, GST കളക്ഷൻ എന്ന്. ഫാക്ടറി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞു പോയിരിക്കുന്നു, ഇത് ശതവീതം കുറഞ്ഞു പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഡിമാൻഡ് ഇല്ല. ഇപ്പോൾ പുതിയതായിട്ട് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുറക്കണമെന്നാൽ ഒരു ഫാക്ടറി ഇരിക്കുവാണെങ്കിൽ ഇത് ബിസ്ക്കറ്റ് ഫാക്ടറി ഫുള്ളാ സപ്ലൈ പോയാൽ തന്നെ എന്നാൽ നിങ്ങൾക്ക് തുറക്കാൻ തോന്നും. ഇതിൻ്റെ വില കുറച്ച് ഇറങ്ങിയിരിക്കുന്നു, ഇതിൽ വില കയറിയിരിക്കുന്നു. ഇന്ത്യയുടെ ഹാൾമാർക്സും സ്റ്റാൻഡേർഡ്സിനെ കഫൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് പറയുന്നു. തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നറിയാൻ പറ്റും. ഈ യോഹ ബാറിൽ മീതിരിക്കുന്ന ഷെയർസിനെയും വാങ്ങിയിരിക്കുന്നു, ഇട്ട് അക്വേസിഷൻ ചെയ്തിരിക്കുന്നു. പാരറ്റ് കമേഴ്ഷ്യൽ നന്നായി പെർഫോം ചെയ്ത് ഫുഡ് കൊടുത്തിരിക്കുന്നു എന്നതിന് അവർ സമ്മതിച്ചിരിക്കുന്നു. അന്നിതുപോലെ ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്നിട്ട് 17% മാർച്ചിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നായിട്ട് ഡൊമസ്റ്റിക് റിക്കവറിയാണ്. പാസഞ്ചർ വെഹിക്കിൾസിൽ വന്ന് 9% ഏറിയിരുന്നാലും അകത്തെ സബ് ഗ്രൂപ്പായിരിക്കുന്ന EV സെയിൽസ് 27% കയറിയിരിക്കുന്നു. കാർ സെയിൽസ് 2026 റെക്കോർഡ് ഹൈ ആണ്. വെച്ചാൽ നിങ്ങൾ GST കട്ട് ചെയ്യുന്നു. വാർഡ്രോബിൽ ശ്രീനിവാസൻ സാറിനും വിവേനും ഒരു ഷണ്ടയാണ്. ഈ ഗ്രൂപ്പിൽ അതുപോലെ ഒരു പ്രശ്നം വരില്ല. തിരികെ ഷെയർമാന വന്ന് മോളിലെ തിരികെ വാല്യൂ കാണിച്ചിരിക്കുന്നു. സെയിൽസ് 2.5% ഗ്രോത്ത് വന്നിരിക്കുന്നു. സ്പോട്ട് മാർക്കറ്റ് വീക്കായിരിക്കുന്നു, ഡൊമസ്റ്റിക് ഡിമാൻഡ് നല്ലതായിരിക്കുന്നു എന്ന് പറയുന്നു. 3 വീലർ ഓട്ടോ മേക്കേഴ്സ് ഏറിലിരുന്ന് 10% വിലവാശി കൂട്ടാൻ പോകുന്നു. ചില കാശ് കൂടിയിരിക്കുന്നു. 2026 50% വെളിഞ്ഞിരിക്കുന്നു. റീസൺ അമേരിക്കൻ സെയിൽസ് വീക്കായതും ഇൻ പ്രഷറുമാണ്. ഇന്ത്യൻ ബാങ്കിൽ നല്ല കാസ റേറ്റും ഡെപ്പോസിറ്റ്സും ഇരിക്കുന്നു. ദെൻ മോഡറേറ്റ് അവരുടെ ക്രെഡിറ്റും കയറിയിട്ടുണ്ട്. ആ ബാങ്കിൽ കാസ ഗ്രോത്ത് സ്റ്റഡി ആയിട്ടുണ്ട്. റേറ്റ് വളരെ കൂടുതലും ഇല്ല, കുറവായിട്ടുമില്ല. ഇവർ എന്ന കമ്പനി വേൾഡ് വൈഡ് വന്ന് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകാൻ പോണതായിട്ട് പറയുന്നു. ബിസിനസ്സിൽ എക്സിറ്റ് ചെയ്ത് വെർജിൻ കമ്പനിയോടൊപ്പം ചേർന്ന് വെഞ്ചർ ഇടാൻ പോകുന്നു. എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇതെന്നെ റീഷഫിൽ ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ CEO വെളിയിൽ പോയ കാരണം AI ഹെഡ് പുതിയ അമേരിക്കൻ CEO ആയിട്ട് വരുന്നു. LSA വന്ന് ടെക്കിൽ ബുള്ളിഷായിരിക്കുന്നു. സ്ട്രോങ് ഗ്രോത്ത് AI ഇരിക്കുമെന്ന് പറയുന്നു. 50 വർഷമായി. അത് നിയർലി ബാങ്ക്രപ്റ്റ് ആയ ഒരു കമ്പനിയാണ്. ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ $3.6 ട്രില്യൺ ടെക്നോളജി ജയിൻ്റായിട്ട് ആപ്പിളിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് 4.24 ട്രില്യൺ. ഇറ്റ്സ് ആൾമോസ്റ്റ് ഈക്വൽ ടു ഇന്ത്യാസ് ഫുൾ മാർക്കറ്റ് ക്യാപ്പാണ്. ഇന്ന് കയറിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ അടിക്കുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അടിക്കും. നിങ്ങൾ ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ കൺസിഡർ ചെയ്തോ, അതിൻ്റെ മുകളിൽ പോവണ്ട. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.